നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. എൻ്റെ ആസ്ട്രേലിയൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട 9ാമത്തെ എപ്പിസോഡാണ് ഇത്. ആസ്ട്രേലിയ സിഡ്നിയിലെത്തിയ ഞാൻ കൂജി എന്ന സ്ഥലത്തായിരുന്നു താമസിച്ചിരുന്നത്. കൂജി ഞാനൊരു ഹോം സ്റ്റേയിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടുന്ന് നേരെ ഇറങ്ങി റോഡ് സൈഡിലേക്കൂടെ പാത്തിലൂടെ ബീച്ചിലേക്ക് പോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഞാൻ താമസിച്ചിരുന്ന ആ ഹോം സ്റ്റേയിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ബീച്ചിലേക്ക്. ആ ബീച്ചാണ് ദൂരെ കാണുന്നത്. ഞാൻ ആ ബീച്ചിലേക്കാണ് പോകുന്നത്. ആസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത രീതിയെക്കുറിച്ചും അവർ ആഘോഷിക്കുന്ന രീതികളെക്കുറിച്ചും ഞാൻ ഒരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പ്രത്യേകമായി പറയുന്നുണ്ടായിരുന്നു, ഈ രാജ്യങ്ങൾക്ക് ഉള്ള ആളുകളുടെ ഏറ്റവും സന്തോഷകരമായ ദിവസം ഏതെന്ന് ചോദിച്ചാൽ അവർക്ക് വെള്ളിയാഴ്ച എന്ന് പറയും. കാരണം വെള്ളിയാഴ്ച ഉച്ച കഴിയുമ്പോൾ തന്നെ ജോലികളെല്ലാം അവസാനിപ്പിച്ചതിന് ശേഷം അവർ ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് ഞങ്ങൾ നടന്നിട്ട് പോകുന്നത്. മിക്കവാറും ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആ ബീച്ച് കംപ്ലീറ്റ് ആകും. കംപ്ലീറ്റ് ആളുകളെ കൊണ്ട് നിറയും. പിന്നെ ആഘോഷങ്ങളുടെ ഒരു തകൃതിയാണ് അവിടെ നടക്കുന്നത്. പല കലാപരിപാടികൾ നടത്താനുള്ള സ്റ്റേജുകൾ വരെ അവിടെ ഉണ്ട്. എല്ലാവരും ഏകദേശം 100% എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, ആളുകളും കുടുംബസമേതമാണ് വരുന്നത്. കുഞ്ഞുങ്ങളും കൊച്ചു കുട്ടികളും ഒക്കെ ആയിട്ടാണ് ബീച്ചിൽ വരുന്നത്. ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രത്യേക ഏരിയ ഉണ്ട്, ഫുഡ് ഐറ്റംസ് മാത്രം കിട്ടുന്നത്. അപ്പോൾ ഏത് രീതിയിലുള്ള ഫുഡ് ഐറ്റംസും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അവിടെ പറ്റും. അതുപോലെ തന്നെ ആ ബീച്ചിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ക്ലീനിങ്ങിനാണ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് നമുക്ക് പ്രത്യേകം അറിയാം. ഈ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെ ചെല്ലുന്നത് എല്ലാവർക്കും അറിയാം, അവിടെ വരുന്നവർക്കും അറിയാം, വിദേശികൾക്കും അറിയാം. യാതൊരു വസ്തുക്കളും വലിച്ചെറിയാൻ പാടില്ല. അതെല്ലാം അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് പ്രത്യേകം വയ്ക്കണം. എവിടെ നോക്കിയാലും ഡസ്റ്റ്ബിൻ നമുക്ക് കാണാൻ പറ്റും. സിഡ്നിയുടെ കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കൂഗി ബീച്ച് ശാന്തമായ ജലം, കുടുംബ സൗഹൃദ അന്തരീക്ഷം, സമുദ്രക്കുളങ്ങളുടെയും തീര നടത്തത്തിൻ്റെയും സാമീപ്യം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു ജനപ്രിയ ബീച്ചാണ്. വിശ്രമത്തിൻ്റെയും മനോഹരമായ പരിവേഷണത്തിൻ്റെയും മിശ്രിതം ഇതും പ്രദാനം ചെയ്യുന്നു. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ പാറക്കൂട്ടങ്ങളും കടൽ തീരവും കൊണ്ട് അനുഗ്രഹീതമായ കൂഗി ബീച്ച് നീന്തൽക്കാരുടെ ഒരു പരദേശിയാണ്. നമ്മൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. നമുക്കതെല്ലാം കാണാൻ പറ്റും. തെക്കേ അറ്റത്ത് ബൈലീസ് ബാത്റൂമുകളും ആസ്ട്രേലിയയുടെ സ്ത്രീകൾക്ക് മാത്രമുള്ള ഏക സമുദ്രക്കുളമായ മെക്വേഴ്സ് ബാത്റൂം അതും കാണാൻ പറ്റൂല. ഞാനതും കാണിച്ചു തരാം. നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്ട്രീറ്റിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണുമെന്നുള്ളതാണ്. ഈ കാണുന്നതാണ് ഫ്ലേവർ ഓഫ് നോർത്ത് ഇന്ത്യ. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റാണ്. ഇവിടെ നമുക്ക് നോർത്ത് ഇന്ത്യൻ സംബന്ധമായിട്ടുള്ള എല്ലാ ഫുഡുകളും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുമാത്രമല്ല, ഇവിടെ ആൽക്കഹോളിക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമാണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല. എല്ലാ കടയിലും കൊച്ചു കടയിലും എല്ലാം കിട്ടും. ആൽക്കഹോൾ സുലഭമായിട്ട് കിട്ടും. പക്ഷേ ഒരു നിബന്ധനയുള്ളത്, ബീച്ചിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. കിഴക്കൻ പ്രാന്തപ്രദേശങ്ങളിലെ കുറഞ്ഞ വിതരണ ഡിമാൻഡ് സ്വഭാവം കാരണം കെൻസിംഗ്ടൺ, ബോണ്ടി ബീച്ച്, സൗത്ത് കൂഗി തുടങ്ങിയ പ്രാന്തപ്രദേശങ്ങളിലെല്ലാം ആ കാലയളവിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കൂഗി ബീച്ച് അതിൻ്റെ പാറക്കൂട്ടങ്ങൾക്ക് പേരുകേട്ടതാണ്. വെഡ്ഡിംഗ് കേക്ക് ഐലൻഡ് എന്നൊരു പ്രത്യേക സ്ഥലമുണ്ട്. തീരത്ത് നിന്ന് ഏകദേശം 700 മീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇത് താരതമ്യേന ശാന്തമായ വെള്ളവും സമൃദ്ധമായ അണ്ടർ വാട്ടർ ലോകവും കാരണം നീന്തൽക്കാർക്കും സ്നോക്കലർക്കാർക്കും സ്ക്യൂബ ഡ്രൈവേഴ്സിനും പ്രിയപ്പെട്ട ഒരു നീന്തൽ സ്ഥലമാണ്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് തുടങ്ങുന്ന ഈ ആസ്ട്രേലിയക്കാരെ മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരും വികസിത രാജ്യങ്ങളിലുള്ളവർക്കും ഇതൊരു സ്വാഭാവിക സംഭവമാണ്. അവരുടെ ആഘോഷങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടുകൂടി തുടങ്ങും. വെള്ളിയാഴ്ച രാത്രി കംപ്ലീറ്റും ശനിയാഴ്ച പകലും ശനിയാഴ്ച രാത്രി വരെ ഇത് തുടരും. ആഘോഷങ്ങളില്ലാത്തൊരു ജീവിതം അവർക്കാർക്കും ആലോചിക്കാൻ പോലും കഴിയില്ല. കൂഗി ബീച്ചിലാണെങ്കിൽ വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ അന്ന് രാത്രി അവർക്ക് അവിടെ തങ്ങാൻ പറ്റും. കാരണം അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെയില്ല. ശനിയാഴ്ച പകൽ അവിടെ ആഘോഷിച്ച് നിൽക്കാൻ പറ്റും. ശനിയാഴ്ച രാത്രിയോട് കൂടി മാത്രമേ ഇവിടുന്ന് എല്ലാവരും പിരിഞ്ഞു പോവുകയുള്ളൂ സാധാരണ. പിന്നീട് ഒരു ദിവസം റെസ്റ്റാണ്. ഞായറാഴ്ച കംപ്ലീറ്റ് ഉറക്കവും ഈ ആഘോഷത്തിൻ്റെ ക്ഷീണം തീർക്കലും പിന്നെ തിങ്കളാഴ്ച ജോലിക്ക് പോകാനുള്ള ധൃതിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. എങ്കിൽ കൂടി അവരെ വീണ്ടും ഒരു വെള്ളിയാഴ്ച അടുത്ത് വരുന്നുണ്ടല്ലോ എന്നുള്ള അതുകൊണ്ട് അവർക്ക് കൂടുതൽ സന്തോഷമായി തീരും. ഇവിടെ ബീച്ചിലേക്ക് കയറുന്നതിന് മുൻപായിട്ടുള്ള ക്ലൈമറ്റും ഇവിടുത്തെ തിരയുടെ നിയന്ത്രണങ്ങളും
അവിടുത്തെ ഉൾവളിച്ചിലുകളും മറ്റ് കാലാവസ്ഥ ഇൻഫർമേഷൻസും അടങ്ങുന്ന ഒരു ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അവിടുത്തെ കാലാവസ്ഥയും അവിടെ നീന്തലിൻ്റെ കടലിലെ മറ്റു വിശേഷങ്ങളും അവിടെ വിവരങ്ങൾ ആ ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ശാന്തമായ തിരയടിയുള്ളതും കുടുംബങ്ങൾക്ക് അനുയോജ്യമായതുമായ ഒരു മികച്ച ബീച്ചാണ് കൂഗി ബീച്ച്. പ്രൊമൈനേറ്റ് ഏരിയ ചരിത്രപരമായ കെട്ടിടങ്ങളും പരിപോഷിപ്പിച്ച് പാർക്ക് ലാൻഡുകളും പുനഃസ്ഥാപിച്ചു. മിക്ക സൗകര്യങ്ങളും ആൻഡർ സ്ട്രീറ്റ് ബസ് സ്റ്റോപ്പിന് സമീപം കിട്ടുന്നതാണ്. കാണാൻ പറ്റും നമുക്കവിടെ. ഷവറുകൾ, വസ്ത്രം മാറാനുള്ള റൂമുകൾ, ടോയ്ലറ്റുകൾ എന്നിവ ബീച്ചിൻ്റെ മധ്യസ്ഥായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് കാരണം എല്ലാവർക്കും കൂടുതൽ സൗകര്യമാണ് ബീച്ചിൽ പോകാനും നീന്തൽ കുളിക്കാനും തിരിച്ചു വന്ന് റിഫ്രഷ് ആകാനുമുള്ള സൗകര്യങ്ങൾക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൂഗി എന്ന പേര് ദുർഗന്ധം വമിക്കുന്ന സ്ഥലം എന്ന അർത്ഥം വരുന്ന ഒരു തദ്ദേശീയ ആദിവാസി പദമായ കൂജയിൽ നിന്നാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. കൂചായ് അല്ലെങ്കിൽ കൂജ എന്ന മറ്റൊരു പതിപ്പ് പിഡിങ്കൽ ഭാഷയിൽ കടൽപ്പായൽ ഉണങ്ങുന്നതിൻ്റെ ഗന്ധം അല്ലെങ്കിൽ ദുർഗന്ധം വമിക്കുന്ന കടൽപ്പായൽ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇത് കടൽ തീരത്ത് ഒഴുകിപ്പോയ അഴുകിയ പല ഉൽപ്പന്നങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട്. കൂഗി ബീച്ചിലും സമീപത്തുമുള്ള എല്ലാ ബീച്ച് സൈഡ് പാർക്കുകളിലും മദ്യം പൂർണ്ണമായിട്ടും നിരോധിച്ചിരിക്കുകയാണ്. പാർക്കുകൾ, റിസർവുകൾ, ബീച്ചുകൾ, മദ്യനിരോധിത പ്രദേശം എന്നത് റോഡുമായി ബന്ധപ്പെടാത്ത പൊതുസ്ഥലമാണ്. ഉദാഹരണത്തിന് ഒരു ബീച്ച് റിസർവ് അല്ലെങ്കിൽ ബീച്ച് അവിടെ മദ്യം നിരോധിച്ചിരിക്കുന്നു. കൂജി ഈ ബീച്ചിനെയും മറ്റ് കൂജിയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. പക്ഷേ എല്ലാം വിശദീകരിച്ച് കഴിയുമ്പോൾ സമയം ഒരുപാട് പോകും. ഞാൻ ഷോർട്ടാക്കുകയാണ്. അതുമാത്രമല്ല, എനിക്ക് നാളെ രാവിലെ ഫ്ലൈറ്റിൽ മെൽബോണിലേക്ക് പോകണം. ഇനി എൻ്റെ അടുത്ത 7 ദിവസം മെൽബോണിലായിരിക്കും ഞാൻ താമസിക്കുന്നത്, ഓസ്ട്രേലിയയിൽ. അങ്ങോട്ടേക്കുള്ള പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അടുത്ത ദിവസം രാവിലെ തന്നെ ഞാൻ സിഡ്നി എയർപോർട്ടിൽ എത്തി. കിങ്സ്ഫോർഡ് സ്മിത്ത് അല്ലെങ്കിൽ സിഡ്നി വിമാനത്താവളം ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ സിഡ്നിയിൽ സെൻട്രൽ ബിസിനസ് സ്ട്രീറ്റിന് 8 കിലോമീറ്റർ തെക്ക് മാസ്കോട്ട് പ്രാന്തപ്രദേശത്ത് സർവീസ് നടത്തുന്ന ഒരു അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. ഓഷ്യാനിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണിത്. സിഡ്നിക്ക് സേവനം നൽകുന്ന പ്രാഥമിക വിമാനത്താവളവുമാണിത്. ക്വാണ്ടോസിൻ്റെയും പ്രാഥമിക കേന്ദ്രവും വെർജിൻ ഓസ്ട്രേലിയയുടെയും ജെറ്റ് സ്റ്റാറിൻ്റെയും തദ്ദേശീയ കേന്ദ്രവുമാണ് ഇത്. മെൽബോണിലേക്ക് എനിക്ക് പോകാനുള്ള ബോർഡിംഗ് ഗേറ്റിന് സമീപത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു. 56-ൽ നിന്നാണ് എൻ്റെ വിമാനം യാത്രയാകുന്നതും ബോർഡാകുന്നതും. നമുക്ക് വരാനുള്ള വിമാനം കുറച്ച് സമയം എടുക്കും. അതിനുവേണ്ടിയാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ബോർഡിംഗ് പാസ് കഴിഞ്ഞ് എന്നെപ്പോലെ തന്നെ വളരെയധികം യാത്രക്കാരുണ്ട് ഇവിടെ. നമുക്ക് വിമാനം അറൈവലാകാൻ ഉടനെ തന്നെ അറൈവലാകും. പോകാനുള്ള വിമാനം ആയിക്കഴിഞ്ഞ് വിമാനം ലാൻഡായി കഴിഞ്ഞ് എനിക്ക് പോകാനുള്ളത് അത് പാർക്കിംഗ് ബേയിലേക്ക് പാർക്ക് ചെയ്യാൻ വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബോട്ടാണി ബേക്ക് അടുത്തായി 907 ഹെക്ടർ സ്ഥലത്ത് 3 റൺവേകളുള്ള സിഡ്നി വിമാനത്താവളം ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായി പ്രവർത്തിക്കുന്ന വാണിജ്യ വിമാനത്താവളങ്ങളിൽ ഒന്നാണ്. കൂടാതെ ഓസ്ട്രേലിയയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവുമാണ്. 2016-17 42.6 ദശലക്ഷം യാത്രക്കാരെയും 3,48,000 ശേഷം വിമാന ചലനങ്ങളും കൈകാര്യം ചെയ്ത ഏർപ്പാടാണ് ഇത്. ഞാൻ ഫ്ലൈറ്റിൽ ബോർഡായി. അത് പുഷ് ബാക്ക് ചെയ്യുകയാണ്. ടേക്ക് ഓഫിന് വേണ്ട സൗകര്യത്തിന് വേണ്ടിയുള്ള പുഷ് ബാക്ക് ചെയ്യുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത്. റൺവേക്ക് ടേക്ക് ഓഫിന് സ്റ്റാർട്ടായി കഴിഞ്ഞു. ടേക്ക് ഓഫ് എടുക്കുകയാണ്. സിഡ്നി എയർപോർട്ടിൽ നിന്നും മെൽബോണിലേക്കുള്ള എൻ്റെ യാത്രയുടെ സിഡ്നിയിൽ നിന്നുള്ള ടേക്ക് ഓഫ് വളരെ ശാന്തമായിട്ടുള്ള, വളരെ ഡിപ്ലോമാറ്റുള്ള, വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ടേക്ക് ഓഫ്. അതാണ് ചില വിമാനങ്ങളിൽ നമ്മൾ കയറിക്കഴിഞ്ഞാൽ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും നമ്മൾ അറിയുക പോലുമില്ല. ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറക്കത്തിൽ ഉണരുക പോലുമില്ല. അതുപോലെ സ്മൂത്തായിരിക്കും. അതിന് പല ഘടകങ്ങൾ അതിനെ അപേക്ഷിച്ചിരിക്കും ആ സ്മൂത്ത് ലാൻഡിങ്ങും ടേക്ക് ഓഫും. കാലാവസ്ഥ, വിൻഡിൻ്റെയാണ് മെയിനായിട്ടുള്ള കാര്യം. നോസ് വിൻഡോ, ടൈൽസ് വിൻഡോ ആണെങ്കിൽ നല്ല കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ടേക്ക് ഓഫും ആകും, ലാൻഡിങ്ങും ആകും. പക്ഷേ സൈഡ് വിൻഡാണ് മിക്കവാറും ഒക്കെ കൂടുതൽ പ്രശ്നങ്ങൾ ലാൻഡിങ് സമയത്തുണ്ടാകുന്നത്. വിമാനത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. സിഡ്നിയിൽ നിന്ന് ഞാൻ യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഏകദേശം 1.5 മണിക്കൂറിനത്തെ യാത്രയുണ്ട് മെൽബോണിലേക്ക്.
മെൽബണിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ 5 ദിവസം അവിടെ താമസിക്കുന്നുണ്ട്. എൻ്റെ മെയിനായിട്ടുള്ള പരിപാടികളും കാഴ്ചകളും എല്ലാം മെൽബണിലാണ്. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളും എല്ലാം വിശദമായിട്ട് ഞാൻ നിങ്ങളിൽ എത്തിക്കാം. അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.